അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്. റഹ്മത്തിന്റെ 10 അവസാനത്തെ ഓരോ സെക്കൻഡുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് മഗ്‌രിബിന് മുമ്പായി ധാരാളം അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീം എന്ന ദിക്ർ നിരന്തരമായി ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് രണ്ട് ലോകത്തും അവന്റെ റഹ്മത്ത് ലഭിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളും, വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്. വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട മഗ്ഫിറത്തിന്റെ 10 മഗ്ഫിറത്തിന്റെ 10 നമുക്ക് നിരന്തരമായി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ട, മഗ്ഫിറത്തിനെ തേടേണ്ട പ്രധാനപ്പെട്ട 10 ഇനി വരുന്ന ഈ ഒരു 10 ഇന്നത്തെ രാവോട് കൂടെ, ഇന്നത്തെ മഗ്‌രിബോട് കൂടെ നമുക്ക് ആഗതമാകുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്ർ, വെള്ളിയാഴ്ച പ്രഭാത സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ നിർദ്ദേശിച്ച മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് നമുക്ക് അമലുൽ യൗമിൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു സുന്ന റളിയല്ലാഹു അൻഹു ഗ്രന്ഥത്തിൽ കാണാം. അവിടെ നിന്ന് പറയുന്നു, മൻ കാല സുബീഹത യൗമിൽ ജുമുഅത്തി ഖബല സലാത്തിൽ ഗദാത്തി. സുബഹി നിസ്കാരത്തിന് മുമ്പ്, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ്, സുബഹി വാങ്കിന് ശേഷം സുബഹി നിസ്കാരത്തിന് മുമ്പായി അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ദിക്ർ 3 മററാത്തിൻ 3 പ്രാവശ്യം ഒരാൾ പറയുകയാണെങ്കിൽ ഗഫറല്ലാഹു ദുനൂബഹു വലൗ കാനത് ദുനൂബുഹു മിത്ല സബദിൽ ബഹർ. അദ്ദേഹത്തിന്റെ സർവ്വ തിന്മകൾ, സർവ്വ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അദ്ദേഹത്തിന്റെ പാപങ്ങൾ കടലിലെ നുരകൾക്ക് തുല്യമുണ്ടെങ്കിൽ പോലും റബ്ബ് സർവ്വതും പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരാം. ധാരാളം തെറ്റ് ചെയ്തവർ, ധാരാളം പാവങ്ങൾ ചെയ്തവർ, ധാരാളം കൈ കണക്കില്ലാതെ പാവങ്ങൾ ചെയ്തവർ, എനിക്ക് എൻ്റെ റബ്ബ് എങ്ങനെ പൊരുത്തപ്പെടും എൻ്റെ പാവങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഹബീബായ തങ്ങൾ പറയുന്നത്, മിത്ല സബദിൽ ബഹർ, കടലിലെ നുര അത് എത്രയാണ്, അത് ഒരിക്കലും കൗണ്ടാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, എണ്ണ തീർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ അത്രയും ദോഷമുള്ളവർ പോലും നിങ്ങൾ ഈ ദിക്ർ ചൊല്ലാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ പാപങ്ങൾ സർവ്വതും റബ്ബ് പുറത്തു തരും. അസ്തഗ്ഫിറുല്ലാഹല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ദിക്ർ എല്ലാവരും നാളെ പ്രഭാത സമയത്ത് ചൊല്ലുക. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.